തമിഴ് സിനിമാ ലോകം ഇപ്പോൾ വലിയ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ദളപതി വിജയും ശിവകാർത്തികേയനും ഇത്തവണ പൊങ്കലിന്റെ ബോക്സ് ഓഫീസിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. വിജയുടെ അവസാന ചിത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനനായകൻ ജനുവരി 9-നും ശിവകാർത്തികേയന്റെ മാസ് ആക്ഷൻ ചിത്രം പരാശക്തി ജനുവരി 10-നും തിയേറ്ററിലെത്തുകയാണ്. ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് കേവലം ഒരു മത്സരം എന്നതിലുപരി താരങ്ങൾക്കും ആരാധകർക്കും പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ദളപതി വിജയ് സിനിമയോട് വിട പറയുന്നതിന് മുൻപുള്ള അവസാന ചിത്രമാണ് ജനനായകൻ. അതുകൊണ്ട് തന്നെ ആരാധകർക്കും ഇതൊരു വികാര നിർഭരമായ നിമിഷമാണ്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു പക്ക മാസ് പൊളിറ്റിക്കൽ ആക്ഷൻ മൂവിയാണ്. ജനുവരി 9-ന് ചിത്രം എത്തുമ്പോൾ സർവ്വകാല റെക്കോർഡുകളും തകരുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. അതേസമയം ശിവകാർത്തികേയന്റെ പരാശക്തിയുടെ റിലീസ് ആദ്യം ജനുവരി 14-നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിയേറ്റർ ഉടമകളുടെയും വിതരണക്കാരുടെയും നിർദ്ദേശപ്രകാരം അത് ജനുവരി 10-ലേക്ക് മാറ്റി. ഈ ഒരു മാറ്റം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഈ ബോക്സ് ഓഫീസ് പോരാട്ടത്തെക്കുറിച്ച് ശിവകാർത്തികേയൻ തന്നെ ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ്. പരാശക്തിയുടെ പ്രീ റിലീസ് ഇവന്റിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ക്ലാഷ് തന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരുന്നു എന്നാണ്. ആദ്യം ദീപാവലിക്ക് പ്ലാൻ ചെയ്തിരുന്ന പടം ജനനായകനുമായിട്ടുള്ള കൂട്ടിമുട്ടൽ ഒഴിവാക്കാനാണ് പൊങ്കലിലേക്ക് മാറ്റിയത്. എന്നാൽ ജനനായകന്റെ ടീമും പിന്നീട് പൊങ്കൽ തന്നെ റിലീസായി നിശ്ചയിച്ചു. വിജയുടെ മാനേജറോട് താൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും എന്നാൽ രണ്ട് സിനിമകൾക്കും ആവശ്യമായ ഇടം പൊങ്കൽ സമയത്തുണ്ടെന്നാണ് വിജയ് സാറ് പ്രതികരിച്ചതെന്നും ശിവകാർത്തികേയൻ വ്യക്തമാക്കി. ജനുവരി 9-ന് എല്ലാവരും വിജയ് സാറിന്റെ സിനിമ കണ്ട് ആഘോഷിക്കണമെന്നും അതിനുശേഷം 10-ന് തന്റെ സിനിമയും കാണണമെന്നാണ് അദ്ദേഹം ആരാധകരോട് അഭ്യർത്ഥിച്ചത്. കേവലം സിനിമ എന്നതിലുപരി ഇതിൽ ചില രാഷ്ട്രീയ കളികളും ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. സൺ ടിവിയിലൂടെ പരാശക്തിയുടെ ഓഡിയോ ലോഞ്ച് സംപ്രേഷണം ചെയ്തത് ഇതിന് ഉദാഹരണമായി ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും പൂജ ഹെഗ്ഡെ, മമിത ബൈജു, ബോബി ഡിയോൾ തുടങ്ങിയവർ അണിനിരക്കുന്ന ജനനായകൻ കേരളത്തിലും വമ്പൻ റിലീസിനാണ് തയ്യാറെടുക്കുന്നത്. ഇതിനോടകം തന്നെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ 15 കോടിയിലധികം രൂപ ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഒരു വശത്ത് ദളപതിയുടെ അവസാന മാസ് പ്രകടനം, മറുവശത്ത് SKയുടെ പുതിയ പരീക്ഷണം. ആരാധകർക്ക് ഇത് ശരിക്കും ഒരു ആഘോഷം തന്നെയാണ്. നിങ്ങൾ ഏത് സിനിമയാണ് ആദ്യം കാണാൻ പോകുന്നത്? കമന്റ് ചെയ്യണേ. താങ്ക്